തിരക്കുകൾ ഉണ്ടായിട്ടും വരും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഡേയിൽ എനിക്കൊരു വെൽക്കം സ്പീച്ച് പറയാൻ തന്ന ചെയർമാന് താങ്ക്സ്. അപ്പം അതുപോലെ ഈ ഒരു 845 ഡേ നമുക്കറിയാം, പിന്നെ ഒരുപാട് പുതിയ അറിവുകളും പുതിയ ഒരുപാട് കാര്യങ്ങളും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് അപ്പം പുതിയ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും പുതിയ ഒരുപാട് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടും നമ്മൾ ഇന്നെന്ത് ചെയ്യുക, ഈ ഒരു മോർണിംഗിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു 845 ഡേയിൽ ചെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജിനി മാഡത്തിനെ വെൽക്കം ചെയ്യുന്നു. അതുപോലെ സോറി, ട്രെയിനറുടെ പേര് നോക്കി. ഓക്കെ, മാഡത്തിന്റെ പേരെന്താ? ട്രെയിനറുടെ പേര് ഇവിടെ തന്നെ ഉണ്ട്, അനീഷ് അംന. ഓക്കെ, അപ്പൊ നമുക്ക് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി നിന്നിട്ടുള്ള അനീഷംന മാഡത്തിനെയും വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോപ്പി ടോക്ക് നമുക്ക് കോർഡിനേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇഷാം സാർ, അതുപോലെ തന്നെ ശ്രീജി സാർ, മുജീബ് സാർ, രേഖ മാം, സുനില മാം, ഓരോ വ്യക്തികളെയും ഈ ഒരു ഡേയിലേക്ക്, ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ നല്ല രീതിയിൽ ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടിസിപ്പൻസ് ആണ് അല്ലെ, നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പൊ വീഡിയോ ഓൺ ആക്കിയും ഓഫാക്കിയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഓരോ വ്യക്തികളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഓവർ ടു ചെയർ. Thank you, ma'am. I invite today's trainer, Anish Amna Dipti ma'am. മാം, നമുക്ക് ഓരോ ദിവസവും ഓരോ ടോപ്പിക്സ് ആണ് അല്ലെ. അപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ട് ടോപ്പിക്സുമായിട്ട് പുതിയ കുറെ അറിവുകൾ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാം എത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം അനി മാം. മാം, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. താങ്ക് യു ജിനി മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. ഇവിടെ ഒത്തിരി പേരുകളും ഫോട്ടോസും അല്ലാതെ ഓഫ്ലൈനിലായിട്ടും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ എല്ലാം പുതിയ മുഖങ്ങളാണ്. രേഖ മാമിന്റെ മുഖം ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് പുതിയ മുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷം. ഇതുപോലെ ഈ ഒരു രീതിയിൽ 845 ദിവസം ഇതുപോലൊരു പ്രോഗ്രാം കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. പക്ഷേ എത്രത്തോളം അത് നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഈ ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നറിയുമ്പോൾ ഒത്തിരി സന്തോഷം. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. പേര് അറിയില്ല എന്ന് പറയുന്നത് കേട്ടു. അനീഷ് അംന ദീപ്തി എന്നാണ് പേര്. നാട്ടിലെ കൊയിലാണ്ടിയിലാണ്, കോയമ്പത്തൂരാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഒത്തിരി 845 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ 845 ടോപ്പിക്കുകൾ എല്ലാവരും കേട്ട് കാണും. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് എൻ്റെ രീതിയിൽ പറയുന്നു എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു. എന്നെ കേട്ടിരിക്കുന്നതിന് ഒരുപാട് സന്തോഷം. എന്റെ സ്ക്രീൻ കാണാമല്ലോ? കാണുന്നുണ്ട് മാം. യെസ് മാം. ഓക്കെ, താങ്ക് യു. എനിക്ക് ഈ മാം എന്ന് വിളിക്കുന്നത് ഒഴിവാക്കിയാൽ നന്നായിരുന്നു എന്നൊരു തോന്നലുണ്ട്. ഒരു 1 അപ്പ് 1 ഡൗൺ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഹൈറാർക്കിയിലേക്ക് അത് വേണ്ട എന്നൊരു തോന്നലുണ്ട്. നിങ്ങളുടെ രീതിയിൽ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നൊരു ദിവസം എന്നെ ആനി എന്ന് വിളിക്കുന്നതിലേക്കായിരിക്കും എൻ്റെ സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗോസ്റ്റിംഗ് എന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന്
നമ്മൾ ഒരുമിച്ച് സംസാരിക്കുകയാണ്. ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതല്ല, നമ്മൾ ഒരുമിച്ച് സംസാരിക്കുന്നു. ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മളെല്ലാം വളരെ ചെറിയ കുട്ടികളെ പോലെ ക്യൂരിയസ് ആവാറുണ്ട് അല്ലേ? ആ ക്യൂരിയോസിറ്റി ആണ് ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കാറ് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു 10 നിമിഷത്തേക്ക് എല്ലാവരെയും നമ്മുടെ ഒരു കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു ചെറിയ കഥയാണ്. വവ്വാൽ എന്തുകൊണ്ടാണ് തലകീഴായി കിടക്കുന്നത്? എന്തുകൊണ്ടാണ് രാത്രിയിൽ മാത്രം സഞ്ചരിക്കുന്നത്, പകൽ സമയം ഗുഹയിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ആർക്കെങ്കിലും അറിയാവോ? ഞാനൊരു ഓഡിറ്ററി പേഴ്സൺ ആയതുകൊണ്ട് എല്ലാവരും സംസാരിക്കുന്നതായിരിക്കും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. മാഡം ഒരു കാര്യം അറിയാം, കാരണം വവ്വാലിന് കണ്ണ് കാണില്ല എന്നുള്ള ഒരു വാസ്തവം അറിയാം. അതുകൊണ്ടാണ് പകൽ സമയങ്ങളിൽ യാത്ര ചെയ്യാത്തവര്. വെരി ഗുഡ്. എന്താണെന്ന് അറിയില്ല. അറിയില്ല. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ആരാണ് സംസാരിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ജയപ്രകാശ് സർ. ഓക്കെ, താങ്ക് യു ജയപ്രകാശ്. നമുക്ക് ഒരു ചെറിയ കഥയാണ്. ഒരു കാട്ടില് മൃഗങ്ങളും പക്ഷികളും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധം ഉണ്ടായ സമയത്ത് പക്ഷികളൊക്കെ വവ്വാലിനെ ക്ഷണിച്ചു. നീ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ലേ, വരൂ, നമുക്ക് മൃഗങ്ങളോട് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു. വവ്വാൽ അവിടെ ഒന്നും സംസാരിക്കാതെ പെട്ടെന്ന് പറന്നുപോയി. മൃഗങ്ങളും വവ്വാലിനെ വിളിച്ചു. വവ്വാല് അവിടെ നിന്നും ഒന്നും സംസാരിക്കാതെ തിരിച്ചുപോയി. അങ്ങനെ ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ വീണ്ടും വവ്വാൽ തിരിച്ചെത്തിയപ്പോൾ പക്ഷികളോട് പറഞ്ഞു, ഞാൻ ചിറകുകളൊക്കെ ഉള്ള ഒരു പക്ഷിയല്ലേ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ. എന്നാൽ പക്ഷികൾ അത് അംഗീകരിച്ചില്ല. അങ്ങനെ വവ്വാൽ മൃഗങ്ങളുടെ അടുത്തെത്തി. മൃഗങ്ങളോട് ചോദിച്ചു, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുന്ന ഒരു സസ്തനിയല്ലേ, നിങ്ങളുടെ കൂടെ ചേരാനാണ് എനിക്ക് ആഗ്രഹം. മൃഗങ്ങൾ സമ്മതിച്ചില്ല. അങ്ങനെ അവിടെ നിന്ന് നാണം കെട്ട് തല കീഴായി തല കുമ്പിട്ട് പറന്നുപോയി. ഒരിക്കലും മറ്റൊരാളെ കാണാതെ ഇരിക്കാൻ വേണ്ടി ഗുഹയിൽ രാത്രിയിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരാളായി മാറി എന്നതാണ് ഒരു ചെറിയ കഥയായിട്ട് പറയാൻ ഉള്ളത്. ഇവിടെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇങ്ങനെ പറന്നുപോയ ഒരാൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായി കാണും. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്: ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയ ആർക്കെങ്കിലും വേണ്ടി എപ്പോഴെങ്കിലും നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്നിട്ടുണ്ടോ? അതേപോലെ അവരോട് സംസാരിച്ചപ്പോൾ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കി നമ്മളെ ഒരുപാട് ഫീലിങ്ങിലേക്ക് ആഴ്ത്തിയ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമാവും. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടോ? ചിലപ്പോൾ ചെറുപ്പത്തിലായിരിക്കും, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ, ചിലപ്പോൾ മുതിർന്നപ്പോഴായിരിക്കാം, ചിലപ്പോൾ നമ്മൾ കോളേജുകളിൽ പഠിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് അങ്ങനെയുള്ള ആ ജീവിതത്തിലായിരിക്കാം. എവിടെയാണെങ്കിലും ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? ആർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല? ഓക്കെ. അപ്പോ ഇവിടെ നമ്മളെയൊക്കെ അവഗണിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ വിഷമമാണ് ഒരു റിലേഷൻഷിപ്പിൽ സൈലൻസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നത്. അതാണ് നമ്മൾ ഇപ്പോൾ പ്രചാരം നേടിയ
നമ്മുടെ ഈ തലമുറകൾക്കിടയിൽ, പുതിയ തലമുറയ്ക്കിടയിൽ പ്രചാരം നേടിയ ഒരു ടേമാണ് ഗോസ്റ്റിംഗ്. എന്താണ് ഗോസ്റ്റിംഗ് എന്ന് പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് കാണാമോ? വീഡിയോ കണ്ടോ? Yes. Yes, ma'am. Yes. ഓക്കെ. ഈ വീഡിയോയില് എന്ത് Sorry, yes, കണ്ടപ്പോ Annie. പറയൂ. Yeah. കേട്ടില്ല ഞാൻ. അവരെ ബ്ലോക്ക് ചെയ്തു വെച്ചു. ആ അവരെ ബ്ലോക്ക് ചെയ്തു വെച്ചു. അതർ എൻഡ് ബ്ലോക്ക് അതെ. ചെയ്തു വെച്ചു. സ്റ്റിൽ ഹി ഈസ് വെയിറ്റിംഗ് യെസ്, വെരി കോൾ ഗുഡ്, ഓർ വെരി മെസ്സേജ്. നൈസ്, വെരി നൈസ്, താങ്ക് യു. ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടും അയാള് പ്രതീക്ഷിക്കുന്നുണ്ട്, എന്നെ ഒരു ദിവസം വിളിച്ചേക്കാം, അല്ലെങ്കിൽ എനിക്ക് മറുഭാഗത്ത് നിന്ന് ഒരു കോൾ വരാം എന്ന് അയാള് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഗോസ്റ്റിംഗ് എന്താണ് എന്നുള്ളതിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഓരോ ദിവസവും മെസ്സേജസ് അയക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് അപ്രത്യക്ഷനാവുക, ആ ഒരു ബന്ധം വേർപ്പെടുത്തി കൊണ്ട് യാതൊരു മുന്നറിയിപ്പുകളും ഇല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ. ഈ ഒരു നിമിഷം ദേ ഇവിടെ ഉണ്ടായിരുന്നു, അടുത്ത നിമിഷം കാണാനില്ല, കംപ്ലീറ്റ് ആയിട്ടും അപ്രത്യക്ഷരായി എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ ആണ് ഗോസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ജൻസിക്കിടയിൽ വളരെ പ്രചാരം ഏറിയ ഒരു ടേമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അവിടെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പ് ഉണ്ടാവുന്നില്ല, യാതൊരു തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട് വിട്ടുപോയി എന്നതിന്റെ കാരണങ്ങളില്ല. അത്രയും വളരെ ഒരു എന്താ പറയാ, ഒരു അവ്യക്തത ഇല്ലാതെയാണ് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. അവിടെ ഒരു ക്ലോഷർ നമുക്ക് കിട്ടുന്നില്ല. ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ നമുക്കൊരു ക്ലോഷർ വേണം. വേണ്ട എങ്കിൽ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യവും, അത് എന്തുകൊണ്ടാണ് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനുള്ള ഒരു കാര്യവും എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഇവിടെ ഗോസ്റ്റിംഗ് എന്ന് പറയുമ്പം ആ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. ഇവിടെ എവിടെയാണ്, എപ്പോഴാണ് ഗോസ്റ്റിംഗ് നടക്കുന്നത്? അതാണ് നമുക്ക് കഥയാണ് ഇനി മുന്നോട്ട് പോകുന്നത്. ഒരു ഭർത്താവും 6 ഭാര്യമാരുമുള്ള ഒരു കുടുംബത്തിന്റെ കഥ, അല്ലെങ്കിൽ 6 ഭാര്യമാരാണ്. ചിലർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും, ചിലർക്ക് പക്ഷേ ഒരാളെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് ഒരാളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടത്തെ ഈ കഥയിൽ നമ്മൾ ഈ 6 ഭാര്യമാരെയും ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ ആ ഭർത്താവിന്. അതിന്റെ കാര്യം അവസാനമാകുമ്പോഴേക്കും ഞാൻ പറയാം. അഥവാ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ഓക്കെ. അപ്പോ ഇവിടെ എവിടെയാണ് ഈ ഗോസ്റ്റിംഗ് നടക്കുന്നത്? ഡേറ്റിംഗ് അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്സിലാണ് ഇപ്പൊ കൂടുതലായിട്ടും നമ്മൾ കാണുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഇപ്പോൾ ഡിജിറ്റൽ എറയിൽ ഒരുപാട് ടെക്നോളജീസ് വളർന്നപ്പോ അടുത്തില്ലാതെ തന്നെ നമുക്ക് പരസ്പരം ബന്ധപ്പെടാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ തലമുറയ്ക്കുണ്ട്. അപ്പോൾ ആ ഡേറ്റിങ്ങിലും റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലും ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട, നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് കുറച്ച് ദിവസം പ്രണയത്തിലാവുകയും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ആളുകളെ തേടി പാകിസ്ഥാനിൽ നിന്നും പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇന്ത്യയിലെത്തുന്ന ആളുകളെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാന കാരണം ഗോസ്റ്റിംഗ് എന്നതാണ്. ഈ ഒരു ഡേറ്റിംഗ് അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്സിലാണ് ഇത് കൂടുതൽ നടക്കുന്നത്. ഫ്രണ്ട്ഷിപ്സിൽ നടക്കാം. ഫ്രണ്ട്ഷിപ്സിൽ എന്ന് പറയുമ്പം എൻ്റെ കുറച്ച് മുമ്പ് ഇത് ഞാൻ പറയാം, ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു 2006 ഉർബൻ ഡിക്ഷണറിയിൽ ഈ ഒരു ടേം
പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രചാരമേറിയത് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷങ്ങൾക്കുള്ളിലാണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ മുമ്പ് ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുമ്പം എൻ്റെ ഒരു ഫ്രണ്ട് വളരെ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോയി കഴിഞ്ഞപ്പം അവിടെ നിന്ന് പഴയ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. ദിവസവും മെസ്സേജസ് അയക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒരു മാസമായിട്ട് പുള്ളിയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ഒരു കാര്യവും മെസ്സേജസ് ഇല്ല, വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ആകെ വളരെ മാനസികമായിട്ട് തളർന്നു പോയ ഒരു സിറ്റുവേഷനിലാണ് എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഈ ഗോസ്റ്റിങ്ങിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പം അറിയാം ആ ഒരു ഗോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇനി വർക്ക് പ്ലേസസിൽ നടക്കാം ഇതേപോലെ തന്നെ. വർക്ക് പ്ലേസസ് നടക്കുമ്പോൾ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നു എന്ന് വിചാരിക്കാം. നമ്മൾ ആലോചിച്ചിരിക്കും, ഇത് ഈ ഇന്റർവ്യൂ നന്നായിട്ട് ചെയ്തു, എപ്പോഴാണോ അവര് വിളിക്കുക. ഒരിക്കലും പിന്നീട് വിളിച്ചു കാണില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് ഗോസ്റ്റിങ്ങിന്റെ ഒരു ഭാഗമാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അല്ലെ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മുമ്പ് വരെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഒരു കൊറിയൻ ലവർ ഉണ്ടായിരുന്നു. അവൻ ഒരുപാട് ഗിഫ്റ്റ് തന്നു, ഒരുപാട് മെസ്സേജസ് അയച്ചു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷനായി. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പൊ ഒക്കെ നമ്മള് പോലുള്ള ആളുകൾ പറയും, സാധാരണക്കാരായ ആളുകൾ എല്ലാം പറയും, ഈ കുട്ടികൾക്കൊക്കെ എന്താ പറ്റിയത്, ഇതിനൊക്കെ പോയി ആത്മഹത്യ ചെയ്യുമോ ആരെങ്കിലും? പക്ഷേ അവരുടെ മനസ്സിൽ എന്തുമാത്രം ഇമോഷണൽ ഹേർട്ട്, അതായത് ഇൻവിസിബിൾ ഇമോഷണൽ ഹേർട്ടാണ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. അത്രത്തോളം മാനസികമായിട്ട് തളർത്തുന്ന ഒരു കാര്യമാണ് ഈ ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എപ്പോഴൊക്കെയാണ് ഈ ഗോസ്റ്റിംഗ് നടക്കുന്നത്? ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെന്റ് എക്സ്പെക്ട് ചെയ്യുക, അതായത് ഞാൻ ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും, നീ ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും ഞാൻ അറിയണം, എന്നോട് പറഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് അവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗോസ്റ്റിങ്ങിലേക്ക് ഉള്ള ഒരു കാര്യം നടക്കാം. പിന്നീട് ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്ന സമയത്ത്, ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ചോദിക്കാം, ഇപ്പോ ആരോ പറഞ്ഞു ഒരു ഭാര്യയെ തന്നെ കൊണ്ടുപോവാൻ ബുദ്ധിമുട്ടാണ്, പിന്നെയല്ലേ 6 ഭാര്യമാര് എന്ന്. ഈ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് മിണ്ടാതെ എവിടെയെങ്കിലും ഒന്ന് പോയാ മതി എന്ന് തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ ഇരിക്കാം, എവിടെയെങ്കിലും ഒന്ന് പോയി സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാം. ചിന്താവിഷ്ടയായ ശ്യാമളയില് ശ്രീനിവാസൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം പോലെ പലപ്പോഴും ഏതെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കഴിയാതെ വീട് വിട്ടു പോകുന്ന ശ്രീനിവാസന്റെ കഥാപാത്രത്തിന് ഗോസ്റ്റിങ്ങിന്റെ ബിഹേവിയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ വളരെ ഡീപ്പൺ ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഗോസ്റ്റിംഗ് സംഭവിക്കാം. പിന്നീട് ഉത്തരവാദിത്തം, ഏത് കാര്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഐ ആം ദ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയാൻ കഴിയാത്ത ഏതൊരാൾക്കും എവിടെയും ഗോസ്റ്റിംഗ് സംഭവിക്കാം. ഓക്കെ, ഞാൻ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാമോ? മാം, അടിപൊളി സെഷനാണ്. നമ്മളൊന്നും കേൾക്കാത്തൊരു നല്ലൊരു എന്താ പറയാ സെഷനാണത്. നമ്മളെല്ലാരും കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ വളരെ ജിജ്ഞാസയോടുകൂടി കേൾക്കുകയാണ്. മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് കേട്ടാൽ കൊള്ളാം. ഒരാള് പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാവരും പറയുന്നത് കേൾക്കായിരുന്നു. ഇപ്പോ അല്ല, ആ 6 ഭാര്യമാരെ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ള ആ ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ക്യൂരിയോസിറ്റിക്ക് തീർച്ചയായിട്ടും ഒരു സൊല്യൂഷൻ കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോ എവിടെയാണ്, എങ്ങനെയാണ്, വേർ ആൻഡ് വെൻ, ആ ഒരു കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എവിടെയാണ് ഈ ഗോസ്റ്റിംഗ് ഉണ്ടാവുന്നത്,
എങ്ങനെയാണ്, എപ്പോഴാണ് ഈ ഗോസ്റ്റിംഗ് ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഗോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗോസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഒന്ന്, ഫിയർ ഓഫ് കൺഫ്രന്റേഷൻ ആണ്. അത് നേരിടാനുള്ള ഭയമാണ് അവരെ ഈ ഗോസ്റ്റിങ്ങിലേക്ക് തള്ളിവിടുന്നത്. എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക എന്ന് അറിയില്ല. അപ്പോൾ അറിയാത്തതിന് നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ഫ്രീസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ള ഒരു രീതിയിലേക്ക് ആ ബിഹേവിയർ മാറുമ്പോഴാണ് ഗോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സോറി, അവർക്ക് കൃത്യമായ ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാതിരിക്കുക. വൈകാരികപരമായി എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് അല്ലെങ്കിൽ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ അറിവില്ലാതിരിക്കുമ്പോഴാണ് ഈ ഗോസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ചെയ്യുന്നത് അവരുടെ കൺവീനിയൻസ് ആണ്. നമ്മുടെ മറ്റൊരാളുടെ, അതായത് നമ്മൾ എംപതി എന്ന് പറയാറില്ലേ, ആ ഒരു എംപതി എന്ന് പറയുന്ന ഒരു കാര്യം. എന്താണ് എംപതി? ഒന്ന് പറയാവോ? എംപതി എന്താണ്? വെരി ഗുഡ്. അടുത്ത ആളുടെ ചിന്തകളും അവരുടെ ഫീലിങ്സും എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പെരുമാറാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് എംപതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കൈൻഡ്നെസ് ഇല്ലാതെ ഒരുപാട് നമ്മളെ മാത്രം സെൽഫിഷ് ആയിട്ട് ആലോചിച്ചിട്ട് നമ്മുടെ സൗകര്യം മാത്രം കണ്ടുകൊണ്ട് പെരുമാറുമ്പോഴാണ് ഗോസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത ഉള്ളത്. പിന്നീട് വളരെ അൺഹെൽത്തി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോഴാണ് ഗോസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഞാനിപ്പോ ഷമിത മാമിനോട് വളരെ ഹാർഷായിട്ട് സംസാരിക്കുകയാണ്. ഷമിത മാമിനോട് ഞാൻ ചോദിക്കുകയാണ്, ഷമിത മാം നേരത്തെ പറഞ്ഞു ഞാൻ കാപ്പി കുടിച്ചില്ല, അതുകൊണ്ടാണ് ഉഷാറില്ലാത്തത്. എന്താ മാം, ഇങ്ങനെയൊക്കെ വരാൻ പാടുണ്ടോ? വരുമ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരണ്ടേ? ഈ കോഫി ടോക്ക് എന്നൊക്കെ പറയുമ്പം ഇങ്ങനെയല്ലേ, കോഫിയൊക്കെ കുടിച്ചിട്ടല്ലേ വരേണ്ടത് എന്നൊക്കെ തരത്തിലുള്ള രീതിയിലേക്ക് ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ മാറ്റുകയാണെങ്കിൽ ഷമിത മാം അവിടെ ഇരിക്കുവോ? ഷമിത മാം പറക്കൂലേ? അല്ലേ, പറന്നു പോലേ? ഓ, ഈ സ്ത്രീ രാവിലെ തന്നെ വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത്. ഇത് തുടർന്നു പോയാൽ, ഇതേപോലുള്ള സംഭാഷണങ്ങളാണ് നമ്മൾ തുടർന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താ നമുക്ക് തോന്നുക? മതി, ഇവരോടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നാം, അല്ലെ? ആ ഒരു രീതിയിലും ഗോസ്റ്റിംഗ് വരാം. ഇനി എവിടെയാണ് നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് ഇത് ഇമ്പാക്ട് ചെയ്യുന്നത്? വിച്ച് ഇമ്പാക്ട് ഓഫ് ഗോസ്റ്റിംഗ് ഹേർട്സ് ദ മോസ്റ്റ്? നമ്മളെ എവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഹേർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. സെൽഫ് ഡൗട്ട് ആയിരിക്കും. എന്തുകൊണ്ടാണ് എന്നെ വിട്ടിട്ട് പോയത്? ഞാൻ അത്രമാത്രം മോശമാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ കാര്യം അതായിരിക്കും. നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ സെൽഫ് വർത്തിനെ ഭയങ്കരമായിട്ട് സംശയിക്കാനുള്ള ഒരു കാര്യമാണ് ഈ ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ആങ്സൈറ്റി ഉണ്ടാക്കാം. ഇനി ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറുന്ന സമയത്ത് ഇനി പറയില്ലേ, നമ്മള് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയില്ലേ. അപ്പം വളരെ ഹൈപ്പർ വിജിലന്റ് ആയിരിക്കും. വളരെ ഓരോന്നും മുൻകൂട്ടി നോക്കി ഓ ഇത് അങ്ങനെ ആവോ എന്നുള്ള പേടി അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി എപ്പോഴും നമ്മളെ ബാധിക്കാം. പിന്നീട് ഉണ്ടാവുന്നത് വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആരോടാണ് നമുക്ക് തുറന്ന് പറയേണ്ടത്? ഇപ്പോ മനോജ് സാർ നേരത്തെ പറഞ്ഞു, ഉസ്മാൻ സാർ എല്ലാം തുറന്നു പറഞ്ഞത് കൊണ്ടാണ് സാറ് നന്നായിട്ടുള്ളത് എന്ന് പറഞ്ഞു. അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട്, അല്ലെ? അതെ, അവിടെ ഉസ്മാൻ സാറിന് മനോജ് സാറിന്റെ മേലെ ഒരു ട്രസ്റ്റ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് മനോജ് സാറ് സൂക്ഷിക്കും, മറ്റുള്ള ഒരാളോട് പറയില്ല, എന്നാൽ അതിനുള്ള സൊല്യൂഷൻ എനിക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ട്രസ്റ്റിനെ വളർത്തിയെടുക്കാൻ കഴിയണം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഗോസ്റ്റിങ്ങിൽ നിന്ന്
പുറത്തേക്ക് വരാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഇമോഷണൽ കൺഫ്യൂഷൻ. നമ്മൾ ഒരു ദിവസം ഇപ്പോൾ ഈ ഒരു 845 ദിവസം ഈ 7 AM കോഫി ടോക്ക് നടക്കുമ്പോൾ ഈ 7 മണിയാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ പറയും, ഓ ഇന്ന് നമുക്ക് 7 മണിക്ക് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യണം. ഒരു ദിവസം രേഖ മാമോ അല്ലെങ്കിൽ ജിന്നി മാമോ ആരും ഈ ഒരു കാര്യം ഏറ്റെടുത്തില്ല. എല്ലാവർക്കും തിരക്കായി, ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല. ഇതുപോലെ ഒരാഴ്ച തുടർന്നു പോയെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആവശ്യപ്പെടും, ഇത് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, എന്തൊക്കെയോ എനിക്ക് മിസ്സായി, എൻ്റെ ബ്രെയിന് ആകെ ഡള്ളായിരിക്കുകയാണ് എന്നുള്ള ഒരു രീതിയിലേക്ക്, ഒരു കൺഫ്യൂഷനിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഈ ഇമോഷണൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ്, അത്രയും ഇമോഷണലി ഹേർട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ഇമോഷണൽ ഹേർട്ടോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂവോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആങ്സൈറ്റിയോ എന്തുകൊണ്ടായിരിക്കും? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ എന്തായിരിക്കും എന്നെ വിളിക്കാത്തത്? അല്ലെങ്കിൽ അവൻ എന്തായിരിക്കും എന്നോട് ഇതൊക്കെ മറച്ചു വെക്കുന്നത്? അങ്ങനെയുള്ള എപ്പോഴെങ്കിലും ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. കോഫി ടോക്കിലുള്ള ആളുകളൊക്കെ വളരെ എന്താ പറയാ, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാതിരിക്കണം ദയവായി. ഓക്കെ. തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും ഇവിടെ നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമോഷണൽ ഹേർട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഇമോഷണൽ ഹേർട്ട് അനുഭവിച്ചിരുന്നു അല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യം മാത്രം പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഒരു അത് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ആരെയും നിർബന്ധിക്കില്ല. പറയാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി ഈ ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അറിയാതെ ആയിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ അത് എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് പലപ്പോഴും മനസ്സിൽ നമുക്ക് തോന്നിക്കാണില്ല. അപ്പൊ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള റെസ്പോൺസസ് ആയിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. അവരുടെ മെസ്സേജ് വന്നില്ലെങ്കിൽ ഒരു 10 മെസ്സേജ് അങ്ങോട്ട് അയക്കും. എന്താ മിണ്ടാത്തത്, എന്താണ് ഓൺലൈനിൽ കണ്ടല്ലോ, എന്നിട്ടും എന്നോട് എന്താണ് സംസാരിക്കാഞ്ഞത്, എനിക്ക് എന്താണ് മെസ്സേജ് ചെയ്യാഞ്ഞത്, ഇങ്ങനെ അവരുടെ മെസ്സേജസിനെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവര് ഒന്നും ചെയ്തില്ലെങ്കിലും അവരെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ നമ്മളെ സെൽഫ് ബ്ലെയിമിങ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് എന്താണ് എൻ്റെ തെറ്റ്, എന്തുകൊണ്ടാണ് ഇവരൊന്നും എന്നോട് സംസാരിക്കാത്തത്, അങ്ങനെ ഒരു സെൽഫ് ബ്ലെയിമിങ്ങിലേക്ക് ഞാൻ അത്രയേറെ മോശമാണോ എന്നൊക്കെ ഉള്ള ഒരു സെൽഫ് വർത്തിനെ സംശയിക്കുന്ന ഒരു സെൽഫ് ഡൗട്ടായിട്ടുള്ള സെൽഫ് ബ്ലെയിമിങ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അതേപോലെ ഒരുപാട് കാലങ്ങൾ നമ്മൾ കാത്തിരിക്കും. എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്നറിയാതെ തീർച്ചയായിട്ടും വരും, എന്നോട് സംസാരിക്കും എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വീഡിയോ കണ്ടില്ലേ, അതേപോലെ ഒരു വീഡിയോ ആ വീഡിയോയിലുള്ള പയ്യൻ ചെയ്തതുപോലെ ആ ഒരു നിമിഷത്തിന് വേണ്ടി പ്രതീക്ഷിച്ച് ഇരിക്കും. ഇതൊക്കെ ഒരു അൺഹെൽത്തി റെസ്പോൺസസ് ആണ്. എന്നാൽ ഹെൽത്തി റെസ്പോൺസസിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത് ഗോസ്റ്റിംഗ് ആണ് എന്ന് തിരിച്ചറിയുക. അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അതിനെ നമ്മളൊരു പേരിട്ട് വിളിക്കുക. ഇത് ഗോസ്റ്റിംഗ് ആണ്. ഈ ഗോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരാൾ അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. അയാൾ അത് പറയണമെന്നില്ല, മുന്നറിയിപ്പ് തരണമെന്നില്ല, ഒരു ക്ലോഷർ തരണമെന്നില്ല, ഒന്നുമില്ല. പക്ഷെ ഇത് ഗോസ്റ്റിംഗ് ആണ്. അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ഇത് ഗോസ്റ്റിംഗ് ആണ്, എനിക്ക് സംഭവിച്ചത് ഗോസ്റ്റിംഗ് ആണ്. അവിടെ ഞാൻ ഒരിക്കലും ഇമോഷണൽ ഹേർട്ട് എനിക്ക് ഉണ്ടാവാൻ പാടില്ല. ആ ഒരു ഇമോഷണൽ ഹേർട്ട് ഉണ്ടാകുമ്പോൾ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെയാണ് അത് ബാധിക്കുന്നത്. തീർച്ചയായും എൻ്റെ മനസ്സിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്, എൻ്റെ സെൽഫ് വർത്തിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി അതിനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ
ഇത്രത്തോളം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു റിലേഷൻഷിപ്പിൽ ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഏതൊരു റിലേഷൻഷിപ്പിലും ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഡിറ്റാച്ച്മെന്റ് ഇൻ അറ്റാച്ച്മെന്റ് ആണ്. ഡിറ്റാച്ച്മെന്റ് വിത്ത് അറ്റാച്ച്മെന്റ് ആണ്. എത്ര അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലും ഒരു ഡിറ്റാച്ച്മെന്റ് നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായും ഇതുപോലുള്ള സംഭവങ്ങളിൽ നിന്നും നമുക്ക് മുന്നിലോട്ട് വരാൻ കഴിയും, അല്ലെങ്കിൽ ഓവർകം ചെയ്ത് വരാൻ കഴിയും. അപ്പോൾ ഹെൽത്തിയർ വേ എന്ന് പറയുന്നത് നെയിം ഇറ്റ്, ആക്സെപ്റ്റ് ഇറ്റ്, പ്രൊട്ടക്ട് അവർ സെൽഫ് വർത്ത്, സെറ്റ് ബൗണ്ടറീസ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഒരു ഗോസ്റ്റിങ്ങിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി പലപ്പോഴും ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ അവസാനം ഒന്നുമല്ല. അതാദ്യം മനസ്സിലാക്കുക, നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പലപ്പോഴും കൗൺസിലിങ്ങിനെല്ലാം വരുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള കുട്ടികൾക്ക്, നമ്മുടെ ചുറ്റുപാടുമുള്ള കുട്ടികൾക്ക്, അറിയാവുന്ന കുട്ടികൾക്ക്, സ്കൂളുകളിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുക, ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ എൻഡ് അല്ല. അവിടെ നിന്ന് നമുക്ക് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ കഴിയുമെങ്കിൽ അവിടെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകൾ ആരംഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. ഒരിക്കലും ഒരു ഗോസ്റ്റിംഗ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരിക്കലും ആ സൈലൻസിനെ ചേസ് ചെയ്യരുത്. പകരം ചേസ് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിന്റെ ഹീലിങ്ങിനെയാണ്. നമ്മുടെ മനസ്സിനെ എങ്ങനെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലേക്കാവണം നമ്മൾ അതിനെ ഹീൽ ചെയ്തിട്ടായിരിക്കണം കൊണ്ടുപോകേണ്ടത്. ഒരിക്കലും അവരെന്തുകൊണ്ട് നമ്മളെ വിട്ടുപോയി എന്ന് ചോദിക്കരുത്. പകരം വിട്ടുപോയവർക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷരായവർക്ക് വേണ്ടി എത്ര കാലം നമ്മൾ കാത്തിരിക്കണം എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കാം. എന്തിനാണ് ഞാൻ കാത്തിരിക്കുന്നത്? എനിക്ക് എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുക എന്നുള്ളതാണ് ഈ ഗോസ്റ്റിങ്ങിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള ഒരു കാര്യം. രേഖ മാം, എനിക്ക് എത്ര സമയം കൂടെ ചെയ്യാം? 7:39 ആയി. എത്ര മണിവരെയാണ് എനിക്കുള്ള ടൈം? 7:45 7:50 വരെ എടുക്കാറുണ്ട് ട്രെയിനേഴ്സ്. ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ ഇതിൻ്റെ കൂടെ ഗോസ്റ്റിംഗ് എന്നുള്ളത് മാത്രമല്ലാതെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഈ ജെൻസിയിലുള്ള കുട്ടികളിലേക്ക് എത്തിക്കേണ്ടതായ ഒരു 2 ടേംസ് കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ആരായിരുന്നോ ചോദിച്ചത് 6 ഭാര്യമാരുടെ ഒരു കാര്യം? ഞാൻ ക്യൂരിയസ് ആയിട്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. ആരായിരുന്നു അത് ചോദിച്ചത്? ഉസ്മാൻ അല്ലല്ലോ. എന്റെ ഭാര്യ ഇവിടെ അടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നു. എല്ലാവർക്കും ഉണ്ട്. ആരും ചോദിച്ചില്ലെന്നുള്ളൂ. എല്ലാവർക്കും ഉണ്ട്. ഓക്കെ ഓക്കെ, അതും ഒരു ഗോസ്റ്റിംഗ് ആണെന്നുള്ളത് എല്ലാരും മറന്നുപോയി. അതെ, അതൊരു ഗോസ്റ്റിംഗ് ആണ് എന്നുള്ളത് എല്ലാവരും മറന്നുപോയി. എനിക്ക് ആ മറുപടി ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, നമ്മൾ ആ ഗോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ 6 ഭാര്യമാരുടെ കാര്യം പറയുമ്പോഴേക്കും ഉസ്മാൻ സാർ ഓടി വരികയാണേ. ഇതുവരെ ആളിവിടെ ഉണ്ടായിരുന്നില്ല സ്ക്രീനിൽ. ആ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങോട്ട് ഓടി വന്നു. അപ്പൊ നമുക്ക് അതൊന്ന് പൊളിക്കുമ്പോ ഇത്രയേ ഉള്ളായിരുന്നോ, ഇതിനാണോ ഇങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കിയത് എന്നൊന്നും ദയവ് ചെയ്ത് ചോദിക്കരുത്. ഗോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഗോസ്റ്റിംഗ്? എന്താണ് ഗോസ്റ്റിംഗ്? ആരെങ്കിലും ഒരാൾക്ക് പറയാവോ എന്താണ് ഗോസ്റ്റിംഗ്? ഒരു റിലേഷൻ ഒരു കാരണവും ഇല്ലാതെ പെട്ടെന്ന് ബ്രേക്ക് ആവുന്നതിനെ ഗോസ്റ്റിംഗ് എന്ന് പറയുന്നു. വെരി ഗുഡ്. യാതൊരു കാരണങ്ങളും ഇല്ലാതെ, മുന്നറിയിപ്പില്ലാതെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിനെയാണ് ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്. തേച്ചിട്ട് പോകാം. തേച്ചിട്ട് പോകുന്നത് പക്ഷേ കുറച്ചും കൂടെ ഇന്റൻഷനലാണ് കേട്ടോ. ഇത് ഇന്റൻഷനൽ അല്ല എന്നുള്ള ഒരു വ്യത്യാസം കൂടെ ഗോസ്റ്റിങ്ങിനുണ്ട്. ഓക്കെ, എവിടെയാണ് ഇത് നടക്കുന്നത്? കാരണം നമുക്ക് അറിഞ്ഞുകൂടാന്നല്ലേ ഉള്ളൂ. മറ്റേ ആളിന് ഒരു കാരണം കാണുമല്ലോ.
കാരണം കാണാം. ആ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് തേച്ചിട്ട് പോകുന്നത് എന്നുള്ളത്. തേച്ചിട്ട് പോകുകയല്ല, എന്തുകൊണ്ടാണ് ഗോസ്റ്റിങ്ങിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. അവർക്ക് അത് നേരിടാനുള്ള അവരുടെ കഴിവ് ഇല്ലായ്മയാണ്, അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ ഇമ്മച്യൂരിറ്റിയാണ്. ഓക്കെ, ഇവിടെ എവിടെയാണ് ഗോസ്റ്റിംഗ് നടക്കുന്നത്? വേർ ഡസ് ഇറ്റ് ഹാപ്പൻ? ഗോസ്റ്റിംഗ് എവിടെയൊക്കെയാണ് നടക്കുന്നത്? എവരിവേർ പിന്നെ ഫാമിലി റിലേഷൻസ് തൊട്ട് പിന്നെ ഫ്രണ്ട്ഷിപ്പില്, ഓഫീസില്, ബിസിനസ്സില്, വർക്ക് പ്ലേസില്, ഓക്കെ, സോഷ്യൽ മീഡിയാസില്, അങ്ങനെ എല്ലായിടത്തും നടക്കാം അല്ലെ? എപ്പോഴൊക്കെയാണ് നടക്കുന്നത്? എപ്പോഴാണ് നടക്കുന്നത്? പ്രണയം, ഒരു സമയം പ്രണയത്തിന്റെ ഒരു തീവ്രതയിൽ നടക്കാം. അപ്പോ അതിന് അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ കൺഫ്രണ്ടേഷൻ നേരിടാനുള്ള ഭയം കാരണമാണോ, അല്ലെങ്കിൽ ഇമോഷണൽ ഇമ്മച്യൂരിറ്റി? വേറെ ഇപ്പൊ ഉള്ളതിനെക്കാട്ടിലും നല്ലത് കിട്ടുമ്പോഴും വരാം. അതെ, ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് തോന്നുന്നത് പോലെ ഇതിനേക്കാളും നല്ലതാണ് മറ്റേത് എന്ന് തോന്നുമ്പോൾ വേണമെങ്കിൽ ആ ഗോസ്റ്റിംഗ് ഏർപ്പെടാം അല്ലെ? അപ്പോ അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും ഇമോഷണൽ ഇമ്മച്യൂരിറ്റി ആണ്. വൈകാരികമായിട്ട് അതിനെ വേർതിരിച്ചറിയാനുള്ള കഴിവില്ലായ്മയാണ് അവിടെ ഗോസ്റ്റിങ്ങിന് കാരണമാകുന്നത്. ഉദ്ദേശം നടന്നു കഴിഞ്ഞാലും അത് സംഭവിക്കാം. അതെ, തീർച്ചയായിട്ടും. അപ്പോ അവിടെ എന്താണോ അവരുടെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്, അത് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് നേടിക്കഴിയുമ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ ഗോസ്റ്റിങ്ങിൽ ഏർപ്പെടാം. അപ്പോ വൈ എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പൊ സാർ പറഞ്ഞു. എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് ഉണ്ടാകുന്നത്? സെൽഫ് ഡൗട്ട് ഉണ്ടാവാം, ആങ്സൈറ്റി ഉണ്ടാവാം, പിന്നെ വേറെ എന്തുണ്ടാവാം? എന്ത് ഇമ്പാക്റ്റ് ആണ്? സൂയിസൈഡ് ഉണ്ടാവാം. സൂയിസൈഡ് അല്ല, അത് ഇമോഷണൽ ഹേർട്ട് ആണ് അല്ലെ? ഇമോഷണൽ ഇമ്മച്യൂരിറ്റി കാരണം ഉണ്ടാവുന്നതാണ്. ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് ഗോസ്റ്റിങ്ങിലൂടെ ഉണ്ടാവുന്നുണ്ട് അല്ലെ? ഇനി അതിനെ ആരൊക്കെയാണ് ഈ ഗോസ്റ്റിങ്ങിൽ ഏർപ്പെടുന്നത്? ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തിലുള്ള ഏതൊരാൾക്കും ഗോസ്റ്റിംഗ് സംഭവിക്കാം അല്ലെ? ഷമിത മാമിന് സംശയം ഉണ്ടോ അതില്? ഞാൻ ഷമിത മാമിനെ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഷമിത മാമിനോട് ചോദിക്കുന്നത്. അങ്ങനെയാണോ? എല്ലാവരും ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഗോസ്റ്റിംഗ് ചെയ്തവരോ അല്ലെങ്കിൽ ഗോസ്റ്റിങ്ങിന് ഇരയായവരോ ആയിരിക്കാം. വളരെ സാവകാശം ഇരുന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോ പറ്റും. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഡിഗ്രിക്ക് മാത്രം ആണ്, അതായത് ചെറിയ ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചു. കോളേജിൽ പ്രീ ഡിഗ്രി വരെ ഒരുമിച്ചാണ് പഠിച്ചത്. ഡിഗ്രിക്ക് ഞാൻ എറണാകുളത്തും അവള് കോഴിക്കോടുമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവള് സുവോളജി ആയിരുന്നു, ഞാൻ മാത്സ് ആയിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് പെട്ടെന്ന് അവളോട് സംസാരിക്കാതെയായി. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഈ കഴിഞ്ഞ വർഷം ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായപ്പോ അവള് ചോദിച്ചു, ഗീതാ മാഡത്തിന്റെ മൈക്ക്, രേഖ മാം, ഗോസ്റ്റിംഗ് ഉണ്ടാകും. ഗീതാ മാമിന്റെ ഒരു ആങ്സൈറ്റി ആണ് അവിടെ ഒരു ഹറിയപ്പ് എന്ന് പറയും നമ്മള്. ആ ഒരു പെട്ടെന്നാവട്ടെ. പാവം ഗീതാ മാമിന് ജോലിക്ക് പോവാനുണ്ടാകാം, കുട്ടികൾ പോയതിന് ശേഷം വേറെ എന്തെങ്കിലും തിരക്കുകൾ ഉണ്ടാവാം. ഈ ഒരു സമയം അതാണ് എന്ന് ഏതൊരാൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യുന്നത്, ഗോസ്റ്റിംഗ് ഓവർകം ചെയ്യുന്നത്? ഇടയ്ക്ക് മറ്റേ ഗെറ്റ് ടുഗദറിൽ സംഭവിച്ച എന്താന്ന് പറഞ്ഞില്ല കേട്ടോ. ഗെറ്റ് ടുഗദറിൽ സംഭവിച്ചത് ഞാൻ പറഞ്ഞു.
സോറി, ഗീതാ മാമിന്റെ ശബ്ദം വന്നപ്പോൾ അവിടെ നിർത്തേണ്ടി വന്നു. സോറി, അത് ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് താങ്ക്സ്. അവിടെ ആ ഗെറ്റ് ടുഗദറിൽ വന്നപ്പോ എന്റെ ഫ്രണ്ട് പുള്ളിക്കാരനോട് ചോദിച്ചു, എന്താണ് നീ ഇത്രയും വർഷം എന്നോട് സംസാരിക്കാതിരുന്നത്? അവൻ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു പോലും ഇല്ല. ഞാൻ അങ്ങനെ ഒരു നിന്നോട് ഞാൻ മിണ്ടാതായി എന്നോ നിന്നോട് ഒരു പർപ്പസ്ലി ഞാൻ അങ്ങനെ ചെയ്തു എന്നോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെ നിന്റെ തോന്നലാണ്, നീ ഓവർ തിങ്ക് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോ എൻ്റെ ഫ്രണ്ടിന് ഉണ്ടായ ഒരു ഇമോഷണൽ ഹേർട്ട് അവൾ എന്നോട് പങ്കുവെച്ചതാണ്. അപ്പൊ അത് ഗോസ്റ്റിങ്ങിന്റെ ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു രീതിയിലായാലും നമുക്ക് ഏതൊരു സന്ദർഭത്തിലായാലും ഗോസ്റ്റിംഗ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ നമുക്ക് ചുറ്റും ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. അതിൽ നിന്ന് പുറത്തു വരേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഹൗ എന്ന ക്വസ്റ്റ്യൻ വരുമ്പോ എങ്ങനെയാണ് ഗോസ്റ്റിങ്ങിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതിനെ നമ്മൾ ഗോസ്റ്റിംഗ് ആണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നെയിം ഇറ്റ്. പിന്നീട് ആക്സെപ്റ്റ് ചെയ്യണം, അത് ഗോസ്റ്റിംഗ് ആണ്. നമ്മുടെ സെൽഫ് വർത്ത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ഇപ്പോ ഇവിടെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഉടയ്ക്കാൻ പോകുന്നത്. ഇവിടെ ഒന്ന് നോക്കിയേ, വാട്ട്, വേർ, വെൻ, വൈ, വിച്ച്, ഹൂ എന്നുള്ളതിൽ ഫസ്റ്റ് ലെറ്റർ എന്താ? W എന്നാണ് അതിന്റെ ഉത്തരം. വൈഫിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? W. ഹൗ എന്നതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? H. ഹസ്ബൻഡിൻ്റെതോ? H ആണ്. അപ്പോ ഹൗ എന്ന ഹസ്ബൻഡിന് വാട്ട്, വേർ, വെൻ, വൈ, വിച്ച്, ഹൂ എന്നുള്ള 6 ഭാര്യമാര് പറയുന്ന കാര്യങ്ങളിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുമ്പോഴാണ് നമ്മൾ ഗോസ്റ്റിങ്ങിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആരെങ്കിലും നിരാശപ്പെടുത്തിയെങ്കിൽ സോറി പറയാണ്. ഓക്കെ, താങ്ക് യു. ഇതിനോട് കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കാര്യം കൂടെ ചോദിക്കാം. ഈ ഗോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്ന ഒരു സെഷനിലേക്ക് വരുമ്പോൾ മുന്നേ ഉണ്ടായിരുന്ന ഫീലിംഗ് എന്തായിരുന്നു? ഇത് കഴിഞ്ഞപ്പോ ഉണ്ടായ ഫീലിംഗ് എന്താണ്? ഫീലിംഗ് ആണ് ഞാൻ ചോദിക്കുന്നത്. സമാധാനം. ഓക്കെ, വേറെ 1-2 പേര് കൂടെ പറഞ്ഞാൽ നന്നായിരുന്നു. ഗോസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ സെഷൻ മുൻപ് ഉണ്ടായിരുന്നതും അതിനുശേഷം ഉണ്ടായിരുന്നതുമായിട്ടുള്ള ഫീലിംഗ് എന്താണ്? നമുക്ക് ഗോസ്റ്റിംഗ് എന്നൊരു പ്രശ്നമല്ല മാഡം. ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രശ്നമല്ല. ചിലതൊക്കെ നമ്മളുടെ തോന്നലുകള്. പ്രശ്നമല്ലാത്ത ആളാണെങ്കിൽ ഗോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വരുന്ന ഒരു ഫ്രണ്ടിനോട് എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ വരുന്ന ഒരു ഫ്രണ്ടിനോട് എന്തായിരിക്കും പറയുന്നത്? അതല്ല, പിന്നെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോ അയ്യോ ഞാൻ അങ്ങനെ സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യം പോലും ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ പറയും. അങ്ങനെ അയ്യോ അങ്ങനെ സംഭവിക്കും. പലരും വെറുതെ നമ്മള് എന്തോ വേറെ ജോലി ബിസിയിലോ എന്തെങ്കിലും ഒക്കെ കൊണ്ട് മറന്നു. നമുക്ക് അറിയത്തില്ല നമ്മൾ ഇത്രയും കാലം വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഓക്കെ, അപ്പോ അവര് മറുഭാഗത്ത് നിൽക്കുന്ന ആളുടെ ഒരു ഫീലിംഗ് എന്തായിരിക്കും? അവരുടെ വികാരം തിരിച്ചറിയാതെയാണോ നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത്?
ഒരു എംപതറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ലേ അവര് പ്രതീക്ഷിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ മറുപടി പറയണമെന്നില്ല. ഭയങ്കര ഷോക്കായിരിക്കും. കാരണം എന്നെ കുറിച്ച് നിനക്ക് അങ്ങനെ ഓർക്കാൻ പോലും നിന്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നല്ലോ എന്ന് ഞാൻ വെരി അങ്ങനെ ഗുഡ്. ഞാൻ അങ്ങനെ ആയിരുന്നില്ല നിന്നെ കുറിച്ച് വിചാരിച്ചത്. പക്ഷെ നീ അപ്പൊ എന്നെ നിന്റെ മനസ്സിൽ ഒരു സ്ഥാനവും എനിക്കില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുന്നു എന്ന് വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മറ്റൊരാൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ എങ്ങനെ വേണം അവരെ അതിൽ നിന്നും ഓവർകം ചെയ്യിക്കേണ്ടത് എന്നുള്ള കാര്യം. വെരി ഗുഡ്. ആരായിരുന്നു അത് പറഞ്ഞത്? ഇപ്പോ ആരായിരുന്നു അത് സംസാരിച്ചത്? എന്റെ പേര് അൻസാരി എന്നാ. ഒരു വയസ്സനാണ്. പണ്ടത്തെ ഒരു ദേശീയയുടെ മെമ്പർ ആയിരുന്നു. ഓക്കെ, വയസ്സനായിരുന്നു എന്നുള്ള ഞാൻ ഇവിടെ കാണാത്തത് കൊണ്ട് എനിക്ക് മുഖം വ്യക്തമായിട്ടില്ല. പക്ഷേ ആ ഒരു അനുഭവത്തിൽ നിന്ന് പറയുമ്പോ വയസ്സല്ല അവിടെ, അനുഭവമാണ്. ചെറുപ്പക്കാരുടെ സുന്ദരമായ ഇതിന്റെ ഫേസിന്റെ ഇടയ്ക്ക് ഒരു വയസ്സിന്റെ മുഖം വരണ്ടെന്ന് വിചാരിച്ചിട്ട് പമ്മിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. അനുഭവ സമ്പത്തുള്ള ആളാ. അതെ, അനുഭവ സമ്പത്താണ്. ഈ ഒരു ആൻസറിൽ നിന്നും എനിക്ക് മനസ്സിലായത് അതാണ്. വളരെ അനുഭവ സമ്പത്തോടെ ഉള്ള ഒരാളാണ്. ആ അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം അത് പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മളെ പോലുള്ളവര് അത് പിന്തുടരേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 2 ടേം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. ഗ്യാസ് ലൈറ്റിംഗ് എന്നൊരു വേർഡ് കൂടെ ഇതിനോട് ചേർത്ത് നമുക്ക് പറയാൻ കഴിയും. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് മാനിപ്പുലേറ്റിംഗ് സംവൺ ടു ഡൗട്ട് ദെയർ ഓൺ റിയാലിറ്റി. അതായത് പറയും, നീ ഓവർ തിങ്ക് ചെയ്യാണ്, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല, നീ എന്തിനാണ് വെറുതെ അങ്ങനെ ചെയ്യുന്നത്, ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഫ്രണ്ടിന്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടേ ഇല്ല, ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. കാരണം ഈ ഭാഗത്തിരിക്കുന്ന ആൾ അതിനെക്കുറിച്ച് ആലോചിക്കും എന്നോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഹേർട്ട് അവർക്ക് ഉണ്ടാകുമെന്നോ ഒന്നും മനസ്സിലാക്കാതെയാണ് അദ്ദേഹം പെരുമാറിയിട്ട് തിരിച്ചു വരുമ്പോ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ എന്തൊക്കെ രീതിയിലാണ് നമുക്ക് ഗ്യാസ് ലൈറ്റിംഗ് ആണ് എന്ന് മനസ്സിലാവണമെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇതില് ഗോസ്റ്റിംഗിൽ പെട്ട ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു കോൺസ്റ്റന്റ് സെൽഫ് ഡൗട്ട് ഉണ്ടാവും. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്, ഇനി ഞാനാണോ ഇങ്ങനെയൊക്കെ ഓവർ തിങ്ക് ചെയ്ത് വെച്ചത്, അവരൊക്കെ കറക്റ്റ് ആയിട്ടാണോ ചെയ്തിരുന്നത്? ഇനി ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവാം ഈ കോൺവെർസേഷൻ. ഗ്യാസ് ലൈറ്റിംഗ് എന്താണെന്ന് പറഞ്ഞില്ല. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യാണ്. അതായത് ഗോസ്റ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്നു, തിരിച്ചു വന്നിട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഇതല്ല, നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തതാണ്, എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഞാൻ ജോലിയിൽ ഇപ്പോ ഉസ്മാൻ സാറ് പറയാം, പിന്നെ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് തിരക്കായത് കാരണമാണ്, അല്ലാതെ ഞാൻ മിണ്ടാതിരിക്കൊന്നുമില്ല, നീ വെറുതെ ആലോചിക്കുന്നതാണ് എന്ന് പറയുമ്പം ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ മറുഭാഗത്തിരിക്കുന്ന, ആയിരിക്കാം, അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാതെ ആയിരിക്കാം, അപ്പൊ അതെന്റെ കൺഫ്യൂഷൻ മാത്രമായിരിക്കാം. പിന്നെ പറയാം, പിന്നെ നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവരോട് സോറി പറയുക. അയ്യോ, ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഞാൻ വിചാരിച്ചത് ഇങ്ങനെയായിരുന്നു, നീ അങ്ങനെ ആയിരുന്നോ കരുതിയത്, സോറി കേട്ടോ, ഞാനാണ് തെറ്റ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഭാഗത്തേക്ക് നമ്മൾ വല്ലാതെ ആ ഒരു സെൽഫ് വർത്ത് അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് കുറയുന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് ഉണ്ടാവുന്നത്. ഇതിന്റെ ഇഫക്ട്സ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് നഷ്ടപ്പെടുക, അവരെ വല്ലാതെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എടുത്തു ചാടുക, ഇമോഷണലി അവരെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് മാറുക, മെന്റലി എക്സോഷൻ ഉണ്ടാവുക, വളരെ ടയേർഡായിട്ട് എപ്പോഴും ഫീൽ ചെയ്യുക, എനിക്ക് ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു മോചനം കിട്ടുക, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്
ഇതുപോലുള്ള കാര്യങ്ങളാണ്. എന്നോടാണോ പറഞ്ഞത്? അല്ല, അവരൊക്കെ സൂം മാനേഴ്സ് അറിയാത്ത വ്യക്തിയാ, അതുകൊണ്ടാണ്. ഓക്കെ, സാരമില്ല. അപ്പോൾ ഇതുപോലുള്ള മെന്റലി എക്സോസ്റ്റഡ് ആവുന്ന കാര്യങ്ങളായിരിക്കും ഈ ഗ്യാസ് ലൈറ്റിങ്ങിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് നോക്കാം. എപ്പോഴും നമ്മുടെ ഫീലിംഗ് എന്താണ് അതിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പം എനിക്കത് ഞാൻ ഡിസപ്പോയിന്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു, ആ സങ്കടം എന്നതിനെയാണ്, അല്ലാതെ സങ്കടം മറച്ചു വെച്ച് എനിക്കതൊന്നും പ്രശ്നമൊന്നുമല്ല, ആരെന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നമ്മളെ തന്നെ ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. അപ്പൊ ട്രസ്റ്റ് യുവർ ഫീലിങ്സ്, അവിടെ നമുക്ക് നമ്മുടെ ഫീലിങ്ങിനെ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഇനി ഇതുപോലുള്ള റെക്കോർഡ് ചെയ്ത് വെക്കുക, മെസ്സേജസോ നോട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതേപോലെ നമ്മൾ ജേർണലിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അത് തീർച്ചയായിട്ടും അതൊക്കെ എഴുതി വെക്കുക. ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി ഇതുപോലെ ഒരു പ്രശ്നമായിട്ട് വരുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പ്രൊഫഷണലി സപ്പോർട്ട് ചെയ്യാൻ കൗൺസിലേഴ്സ് ഉണ്ട്. പ്രൊഫഷണൽ സപ്പോർട്ട് നേടുക എന്നുള്ളതാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, ചിലര് അങ്ങനെയാണ്, നമ്മളോട് പല കാര്യങ്ങളും ചെയ്ത് കാണും, എന്നാലും പറയുക എന്താണ്, നീയാണ് അത് ചെയ്തത്. ഗോസ്റ്റ് ലൈറ്റിംഗ് എന്ന് പറയും. നമ്മുടെ കഥയിലെ വവ്വാലിനെ പോലെയാണ്. തിരിച്ചു വന്നിട്ട് പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലേക്ക് പെരുമാറുന്ന ആളുകൾ. അതായത് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഡിസപ്പിയർ ആവുകയും തിരിച്ചു വന്ന് ആ റിയാലിറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഗോസ്റ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ തലമുറയിൽ വളരെയേറെ കണ്ടുവരുന്ന ഒരു പെരുമാറ്റ രീതിയാണ് ഇത്. ഏറ്റവും മോസ്റ്റ് ഹാംഫുൾ എന്ന് പറയാം, മോസ്റ്റ് ടോക്സിക് ഇമോഷണൽ ഹേർട്ട് എന്ന് പറയുന്നത് ഇതിലാണ് സംഭവിക്കുന്നത്. ഇതുകൊണ്ടാണ് പല കുട്ടികളും പല ആളുകളും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നതിന്റെ ഒരു പ്രധാന കാരണം കൂടിയാണ് ഈ ഗോസ്റ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഗോസ്റ്റ് ലൈറ്റിംഗിൽ എന്താ ഉണ്ടാവുന്നത്, അവിടെ ഒരു സൈലൻസ് ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ മാനിപ്പുലേഷനും ഉണ്ടാവുന്നുണ്ട്. അതാണ് ഏറ്റവും വിഷമത്തിൽ ആക്കുന്ന ഒരു കാര്യം, ആളുകളെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന, അതിൽ നിന്ന് കരകയറാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഈ സൈലൻസും അതേപോലെ തന്നെ ഈ ഒരു മാനിപ്പുലേഷനും. അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് മോചനം നേടാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്? ഇത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നു, അടുത്ത ഒരു സ്ട്രോങ് അറ്റാച്ച്മെന്റ് സൈക്കിൾ ഉണ്ടാക്കുന്നു. അതിനോട് ആ ആളോട് തന്നെ അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നു. പക്ഷേ അത് വീണ്ടും അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇത് തുടർന്ന് പോകേണ്ടത് എന്നതിനെ കുറിച്ചൊരു അറിവ് ഇല്ലാതാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് ആരെങ്കിലും ഒരാൾ ഇത് വായിക്കാവോ? ഈ സൈഡിലുള്ളതാണ്, ഈ സൈഡിലുള്ളത് ഒന്ന് വായിക്കാവോ? എങ്ങനെ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും? റെക്കഗ്നൈസ് ദി പാറ്റേൺ. റെക്കഗ്നൈസ് ദ പാറ്റേൺ. എങ്ങനെയാണ് ഈ പാറ്റേൺ വരുന്നത് എന്നതിനെ കുറിച്ച് തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തേത്, ഡോണ്ട് അക്സെപ്റ്റ് ഡിസ്റ്റോർട്ടഡ് റിയാലിറ്റി. അവര് വളച്ചൊടിക്കുന്ന കാര്യങ്ങളാണ് അത്. നീ വെറുതെ ആലോചിച്ച് ചിന്തിക്കുന്നതാണ്, നീ ഓവർ റിയാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ നീ സെൻസിറ്റീവ് ആണ് എന്ന് പറഞ്ഞ് ആ റിയാലിറ്റിയെ ഡിസ്റ്റോർട്ട് ചെയ്യുക, വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒരു കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാവണം, ഇതല്ല റിയാലിറ്റി, ഇതാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യം, ലിമിറ്റ് എൻഗേജ്മെന്റ്സ്. അതായത് ഇപ്പോ കൂടുതൽ മെസ്സേജസ് അയക്കുക, അതിനുവേണ്ടി കാത്തിരിക്കുക, അങ്ങനെ അല്ലാതെ നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. സെറ്റ് ബൗണ്ടറി എന്നുള്ളത് തന്നെയാണ് ആ ഒരു രീതിയിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ബി കെയർഫുൾ അബൌട്ട് ഹൂ യു ട്രസ്റ്റ്.
ആരെ ട്രസ്റ്റ് ചെയ്യണമെന്നും എങ്ങനെ ട്രസ്റ്റ് ചെയ്യണമെന്നും എവിടെ വരെ ട്രസ്റ്റ് ചെയ്യണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കൃത്യമായ ഒരു ധാരണയോട് കൂടെ വേണം ഏത് റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇതിലൂടെ പറയാനുള്ളത്. ഇനി ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത് അവസാനിക്കുന്നത്, അവയർനെസ് എന്ന് പറയുന്നത് എവിടെയാണോ തുടങ്ങുന്നത് അവിടെയാണ് ഗോസ്റ്റിംഗ് അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് അല്ലെങ്കിൽ ഗോസ്റ്റ് ലൈറ്റിംഗ് എന്നുള്ള ടേംസ് ഒക്കെ അവസാനിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചറിവോടെ ഏതൊരു റിലേഷൻഷിപ്പിലും ഇടപെടുക എന്നുള്ള ഒരു സന്ദേശത്തോടു കൂടി ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. ഓൾറെഡി നമ്മൾ 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഓപ്പൺ ഫോറം ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. പെട്ടെന്ന് തന്നെ കുറച്ച് ആളുകൾ ഒന്ന് ഓപ്പൺ ഫോറം ഡിസ്കഷനിൽ പങ്കെടുക്കുക, നിങ്ങളുടെ വിലയേറിയ സജഷൻസ് പറയുക. ആനി മാം, പറയൂ സർ. വിൻസെന്റ് സർ. വളരെ നന്നായിട്ടുണ്ട് ക്ലാസ്. സൂപ്പർ ക്ലാസ് ആണ്. ജയപ്രകാശ് സാറാണോ? ഓക്കെ, ജയപ്രകാശ്, സൂപ്പർ ക്ലാസ് ആണ്. ഞാൻ ലൈവില് ഇത് വീഡിയോയിൽ വരാൻ കഴിയുന്നില്ല എന്നുള്ളൂ. കാരണം എനിക്ക് ബിസിനസ് ആണ്. ഞാൻ ബിസിനസിന്റേതായിട്ടുള്ള ഇതിന് ഓടി രാവിലെ അവിടുന്ന് ഷോപ്പിലേക്ക് വരാനുള്ള ബന്ധപ്പാടിലേക്കാണ്. എന്തായാലും ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് നന്നായിട്ട്. ഓക്കെ, വളരെ നന്നായിരുന്നു. കോസ്റ്റിംഗ് അടിപൊളി, സൂപ്പർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ആനി, ഗുഡ് മോർണിംഗ്. യെസ്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാല്, കാരണം നമ്മൾ ഈ ഗോസ്റ്റിംഗ് ഉള്ള സാധനം ഒന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ട സാധനമാണ്. ശരിക്ക് ഇന്ന് ഇതിന് ഒരു പേരിടേണ്ട നമുക്ക് എന്താ പേരിട്ട് വിളിക്കുക എന്നുള്ള എന്താ പറയാ, നമുക്ക് പഠിപ്പിച്ചു തന്ന സെഷനാണെന്നത്. കാരണം എല്ലാവർക്കും ഒരുവിധം മെന്റലി അല്ലെങ്കിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് ഒക്കെ അകലാനുള്ള കാരണം ഈ ഒരു ഗോസ്റ്റിംഗ് കൊണ്ട് തന്നെയാണ്. വലിയൊരു നമുക്ക് എല്ലാവർക്കും ഈ ഒരു പ്രേതമാണ് നമ്മളെല്ലാരും ബാധിക്കുന്നത്. അപ്പൊ അതിനെങ്ങനെ നേരിടാന്നുള്ളതും പിന്നെ അത് അത്ര വലിയ വിഷയമാക്കി എന്തായാലും നമ്മൾ സെൽഫായിട്ട് അതിനെ റിക്കവർ ചെയ്താൽ തന്നെ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എന്ന് ഇന്നത്തെ സെഷനോടുകൂടി മനസ്സിലാക്കി തന്നു. വളരെ പൊളൈറ്റ് ആയിട്ടാണ് മാഡം ക്ലാസ് എടുത്തത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ഒരു സെക്കൻഡ്. വിൻസെന്റ് സാർ കുറെ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുക. സാറിന് ഒരു അവസരം കൊടുത്തിട്ട് ബാക്കിയുള്ളവരിലേക്ക് വന്നാ മതിയോ? ഓക്കെ, താങ്ക് യു. വിൻസെന്റ് സാർ പറയൂ. വിൻസെന്റ് സാർ, അഡ്വക്കേറ്റ് വിൻസെന്റ് ജോസഫ് സാർ ഇവിടെ ഉണ്ടായിരുന്നു. ഗോസ്റ്റിംഗ് നടത്തി പോയി കളഞ്ഞു. ക്ലാസ്സിലെ ആ സ്റ്റോറി വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇതുവരെ എന്തുകൊണ്ടാണ് വവ്വാല് പോയി ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് കിട്ടിയില്ല. അപ്പൊ ആ എക്സാമ്പിളോട് കൂടി ഇത് തുടങ്ങിയത്, അതുപോലെ പമ്മുന്ന സ്വഭാവം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ആനിഷംന, ഞാൻ ഇന്നല്ല ഈ ക്ലാസ് കേൾക്കുന്നത്. ഞാൻ 1-2 മാസം മുമ്പ് എടപ്പാളിൽ വെച്ചിട്ട് കേട്ടിരുന്നു ഈ ക്ലാസ്. അതുകൊണ്ട് തന്നെ ഗോസ്റ്റിംഗ് അന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ അവിടുത്തെ ജഡ്ജിങ് പാനലിൽ ഉണ്ടായിരുന്നു. സൂപ്പർ സെഷൻ. അന്നും കേട്ടു, ഇന്നും കേട്ടു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ മനസ്സിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ ഗോസ്റ്റിംഗ് ഒക്കെ എല്ലാവരുടെ ലൈഫിലുണ്ട്, ആരും പറയാണ്ടാണ്. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എന്തായാലും അതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യണം എന്നുള്ള കാര്യം മാഡം പറഞ്ഞപ്പോ അതൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു. വെരി വെരി നൈസ് സെഷൻ. താങ്ക് യു മനോജ് സർ. താങ്ക് യു സോ മച്ച്. മനോജ് സാറിന്റെ അടുത്തൊന്നും ഗോസ്റ്റിംഗ് നടക്കൂല. ഓക്കെ, താങ്ക് യു സോ മച്ച്. പറയൂ ഇന്ദുസ്. ഗുഡ് മോർണിംഗ്. അതെ, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ഞാനും മാമിന് മനോജേട്ടൻ പറഞ്ഞ പോലെ സ്റ്റേജ് ഫോറിൽ മാമിന്റെ സെഷൻ കേട്ടതാണ്. അപ്പോഴേ എനിക്ക് മാമിന്റെ ഒരു ഇതിൽ ഏറ്റവും ഇഷ്ടമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂൾ ക്യാരക്ടർ. ലൈഫ് പ്രസന്റേഷൻ ആയാലും വോയിസ് മോഡുലേഷൻ ആയാലും ഓരോരു കൂൾ ഫോമിൽ ഇങ്ങനെ പോകും. നല്ല രസമായിരുന്നു കേട്ടിരിക്കാൻ അന്നും ഇന്നും. അപ്പൊ സെയിം ടോപ്പിക് ആയിട്ടും കയറി. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നത്തേനെക്കാട്ടും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇന്ന് പ്രസന്റ് ചെയ്തു. നല്ല സെഷൻ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. ഈസിയാണ് മാം. നല്ല പ്രസന്റേഷൻ ആണ്. PPT വളരെ നന്നായിട്ടുണ്ട്. മാമിന്റെ പേര് വളരെ പ്രത്യേകതയുള്ള പേരാണ്. എനിക്ക് ആനി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട് ഉണ്ട്.
ദീപ്തി എന്ന് പറയുന്ന ഒരു ഹിന്ദു ഫ്രണ്ട് ഉണ്ട്, ഷംന എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്റ്റുഡന്റ് ഉണ്ട്. മൂന്നും ചേർന്നിട്ടുള്ള ഒരു പേരാണ്. താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ശ്രീജ മാം. അനി മാം, പറയൂ ഞാൻ ഹേമശ്രീ പ്രകാശ്, തിരുവനന്തപുരത്ത് നിന്ന്. അടിപൊളി പറയൂ മാം. സെഷനായിരുന്നു. സൂപ്പർ. എന്താ പറയാൻ, ഒന്നും പറയാനില്ല. എന്റെ വോയിസിന് കുറച്ച് പറയണം പ്രശ്നമുണ്ട്. പറയണം. സൂപ്പർ ആയിരുന്നു. ഇന്ന് എന്തായാലും ഈ ഒരു കാര്യം നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലായാലും അല്ലെങ്കിൽ നമ്മളൊക്കെ ഓഫീസിലോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയാലും ആർക്കായാലും ഇങ്ങനെ ഇന്നത് നേരത്തെ ഇവിടെ നമ്മുടെ റെജി സാറാണ് തോന്നുന്നു പറഞ്ഞത്, അതല്ല മനോജ് സാറാണ്. ഓക്കെ, എല്ലാവർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അത് ചിലപ്പോൾ ജെൻസ് സുഹൃത്തുക്കളിൽ നിന്നാവാം, അല്ലെങ്കിൽ ലേഡീസ് ആയിട്ടുള്ള അങ്ങനെ. അപ്പോൾ എല്ലാവരും ഒരു കരുതലായിട്ട് കാത്തിരിക്കുക. അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് തിരിച്ച് നമ്മൾ എന്താണ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ഇന്ന് മാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. സൂപ്പർ സെഷൻ ആയിരുന്നു, അടിപൊളി. ഐ ലവ് യു സോ മച്ച്. ഇന്നത്തെ ക്ലാസ്സിന് ഹൃദയപൂർവ്വം സ്നേഹം തരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ലവ് യു മാം. താങ്ക് യു സോ മച്ച് മാം. ഒരു പ്രത്യേക എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്കും എല്ലാവർക്കും കുറെ ആളുകൾക്ക് അറിയാത്തൊരു സെഷൻ ആയിരുന്നു. അതുപോലെ നമ്മൾ ചിലപ്പോൾ ലൈഫിൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് എന്ത് പേരിട്ട് വിളിക്കും എന്ന് അറിയാത്തൊരു സെഷൻ ആയിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് യു ഹാവ് എ വണ്ടർഫുൾ വോയിസ്. നല്ല സുഖം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിരിക്കാൻ. അടിപൊളി സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജിനി മാം. ഇനി നമ്മള് ക്വിസ് സെഷനിലേക്കാണ് പോകുന്നത്. ഐ ഇൻവൈറ്റ് ജെസി മനോജ് സർ. സർ പ്ലീസ്. താങ്ക് യു ചെയർമാൻ. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്, കേൾക്കുന്നുണ്ട് സർ. ഓക്കെ, ഇന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇതിലെല്ലാവർക്കും സ്റ്റാർ ഓഫ് ദ ഡേ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം ഈക്വൽ പോയിന്റ് നേടിയ ഗീതാബായ് മാഡത്തിനും ശ്രീജിന മാഡത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ആൻസർ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള 5 വാക്കുകൾ ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. 5 വാക്കുകൾ മലയാളം, കേൾക്കുന്നില്ല. വളരെ നിങ്ങൾ എന്നും കേൾക്കുന്ന ഇംഗ്ലീഷിലുള്ള വാക്കിന്റെ മലയാളം എഴുതാം. മനസ്സിലായ? സർ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യോ? സാറിന്റെ സൗണ്ട് ഒന്ന് ബ്രേക്ക് ആയിരുന്നു. ഓക്കെ. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഞാനൊരു 5 വാക്ക് ടൈപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാറ്റ് ബോക്സിൽ. ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്തിട്ടാണ്. ഉദാഹരണത്തിന് എന്താ പറയാ, ഒരു 5 വാക്കുകൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള 5 വാക്കുകൾ. ഫ്ലവർന്ന് ഞാൻ ടൈപ്പ് ചെയ്താൽ നിങ്ങളത് പുഷ്പെന്നോ പൂവെന്നോ ആൻസർ ചെയ്താൽ മതി. അങ്ങനെ 5 വാക്കുകൾ ടൈപ്പ് ചെയ്യുന്നു. ആ 5 വാക്കുകൾ മലയാളത്തിന് ഇംഗ്ലീഷും ഇംഗ്ലീഷിന് മലയാളത്തിലും ടൈപ്പ് ചെയ്ത് ആൻസർ ചെയ്യാം. ഇതാ വന്നു കഴിഞ്ഞു. പന്ത്, ഇൻഫെക്ഷൻ, വിനോദം, ഗ്രൗണ്ട്, തണുപ്പുള്ള. എല്ലാത്തിനും ആൻസർ ചെയ്യണം കേട്ടോ. ഏറ്റവും കൂടുതൽ ഫുൾ ആൻസർ ചെയ്തവർക്ക് മാത്രമേ മാർക്ക് ഉണ്ടാവുള്ളൂ. 1 2 ആൻസർ ചെയ്തിട്ട് കാര്യമില്ല, എഡിറ്റ് ചെയ്യാവുന്നതാണ്. പന്ത്, ഇൻഫെക്ഷൻ, വിനോദം, ഗ്രൗണ്ട്, തണുപ്പുള്ള. യു ക്യാൻ സ്റ്റാർട്ട് നൗ. ക്വസ്റ്റ്യൻ ചാറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞു. കണ്ടില്ലേ? സാർ 5 വാക്കുകൾ പറഞ്ഞു, അതിനെ എന്ത് ചെയ്യണം സാർ പറഞ്ഞില്ല. പന്ത് മലയാളത്തിലല്ല, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എഴുതുക. ഇവിടെ ആൻസർ വന്ന് കഴിഞ്ഞു. ഇൻഫെക്ഷന്റെ എന്താണ് മലയാളം എന്താണ്? വിനോദത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഗ്രൗണ്ടിന്റെ മലയാളം എന്താണ്? അതാ നോക്കിക്കോ, വന്നു കഴിഞ്ഞു. ആൻസർ ഒക്കെ വന്നു കഴിഞ്ഞു. രജിസാർ ഇങ്ങനെ ആലോചിച്ച് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോഴേക്കും ഇവിടെ സ്ത്രീകൾ മത്സരത്തിലെ വിന്നറായി മാറും. ഓക്കെ. നീന്തൽ, ബോൾ, ഹോബി, അണുബാധ, കോൾഡ്, മൈതാനം. വെരി ഗുഡ്. ഓക്കെ, ബോൾ, വിഷബാധ. ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ ടീച്ചർ. വിഷബാധ, എന്റർടൈൻമെന്റ്, മൈതാനം, വെരി കോൾഡ്, തണുപ്പുള്ള. ഓക്കെ, ഇതില് റൈറ്റ് ആൻസർ ഏറ്റവും ആദ്യം ചെയ്തിരിക്കുന്നത്
നീതലാണ്, നീതൽ, കണ്ണൂർ നീതൽ. ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ ആൻസർ. പന്ത്, ബോൾ, ഇൻഫെക്ഷൻ, അണുബാധ, വിനോദം, ഹോബി, കോൾഡ്, തണുപ്പ്, കോൾഡ്, ഓക്കെ, ഗ്രൗണ്ട്, മൈതാൻ. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഈസ് ആൻസർഡ് ബൈ നീതൽ. സ്റ്റാർ ഓഫ് ദ ഡേ ഈസ് നീതൽ. ഇനി അടുത്ത ചോദ്യം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? അടുത്ത ചോദ്യം രണ്ടുപേർക്ക് വേണ്ടി മാത്രമാണ്. ഗീതാബായ് വന്നിട്ടുണ്ടോ അതില്? ഗീത മാഡം വന്നിട്ടുണ്ടോ? ഗീത മാഡം ഉണ്ടോ? ഞാണ്ട് നീതൽ മാം, സോറി, ശ്രീജന ടീച്ചർ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാ വരുന്നു. 1 മിനിറ്റ്. ഞാൻ 5, 1, 2, 3, 4 കവികളുടെ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വരും. അതിൽ ഏറ്റവും ആദ്യം ജനിച്ച ആൾ ആരാണെന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. ഏറ്റവും ആദ്യം ജനിച്ചത് ആരാണെന്ന്. 4 കവികളാണ് നമ്മുടെ മലയാളത്തിലെ, കേരളത്തിലെ അറിയപ്പെടുന്ന കവികളാണ്. ഓക്കെ, ശ്രീജന ടീച്ചർക്കും ഗീതാബായ്ക്കും മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ആൻസർ ചെയ്തോ? ചെയ്തു. 1 മിനിറ്റ്, ഞാനൊന്ന് നോക്കിക്കോട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ആൻസർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് രണ്ടുപേർക്കും. മനസ്സിലായില്ലേ? ഇനിയും ആൻസർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഗീതാബായി എന്താ ആൻസർ ചെയ്യുന്നില്ലല്ലോ? ഓക്കെ, അപ്പോ സ്റ്റാർ ഓഫ് ദ വീക്ക് ഈസ് ശ്രീജന ടീച്ചർ. ശ്രീജന ടീച്ചറാണ് റൈറ്റ് ആൻസർ. 3-ാമത്തെ തവണ ടൈപ്പ്